Hello guys, I am Adrian. Welcome back to my channel Superness. നമ്മുടെ സൂപ്പർനെസ് ഓർ സൂപ്പർ ഹീറോസ്. സൂപ്പർനെസ് ടൈമിൻ്റെ പുതിയ കോമിക് റിലേറ്റീവിലേക്ക് എല്ലാ സൂപ്പർ ഹീറോ ഫാൻസിനും സ്വാഗതം. സോ ഗൈസ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ക്രോസ് ഓവർ കോമിക്കാണ്. സോ ഈ കോമിക്കിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഡെഡ്പൂൾ / ബാറ്റ്മാൻ എന്നാണ്. സോ ഇതൊരു ക്രോസ് ഓവർ കോമിക്കാണ്. ക്രോസ് ഓവർ കോമിക്സിൻ്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഡെഡ്പൂൾ / ബാറ്റ്മാൻ എന്ന കോമിക്കിലൂടെ നമ്മുടെ നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ മാർവൽ കോമിക്സ് ആയിക്കോട്ടെ DC കോമിക്സ് ആയിക്കോട്ടെ കൊളാബറേറ്റ് ചെയ്യുന്നത് ഈ ഒരു കോമിക്കിലൂടെയാണ്. സെബ് വെൽസ് എന്ന് പറയുന്ന കോമിക് ബുക്ക് റൈറ്ററിൻ്റേതാണ് ഈ ഒരു കോമിക് എന്ന് പറയുന്നത്. സോ നമുക്ക് സമയം കളയേണ്ട, നമുക്ക് നേരെ ഈ കോമിക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ്, മൂവീസ്, ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓസമായ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് അടുത്തുള്ള ബെല്ലേക്ക് കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. കഥ തുടങ്ങുന്നത് വെയിൻ മാനറിൽ നിന്നാണ്. അവിടെ ബ്രൂസ് വെയിൻ ചിന്താവിഷ്ടനായിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാവുന്നത് എന്തെന്നാൽ ഗോതം യൂണിവേഴ്സിറ്റിയിലെത്തേണ്ട നിയോസ്റ്റിക് മൈൻ ഷിപ്മെൻറ്റും റോബിൻസൺ ബൊട്ടാനിക്കൽ ഗാർഡനിലെത്തേണ്ടിയിരുന്ന ആട്രോപ്പിയ ബെല്ലറീനെ മോഷണം പോയിരിക്കുകയാണ്. അത് മോഷ്ടിച്ചതാവട്ടെ ജോക്കറും. അവന് ജോക്കർ വിനം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു അത്. പെട്ടെന്ന് അവിടേക്ക് കണ്ണാടി പൊട്ടിച്ച ഡെഡ്പൂൾ ചാടി വരികയാണ്. കളിച്ചത് മതി വെയിൻ, ഞാൻ നിൻ്റെ ആ കൈ കാണട്ടെ. നിയോസ്റ്റിക് മൈൻ എന്തായല്ലേ? സെൽഫ് കെയർ ആണോ മോനുസേ? ഞാൻ ഒരു വട്ടമേ ചോദിക്കൂ, നീ ആരാടാ? നിനക്ക് എന്നെ അറിയില്ല, ഞാനിവിടെ ഉള്ളതല്ല. നാണക്കേടെന്ന് വിചാരിക്കണ്ട, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാനാണ് ഡെഡ്പൂൾ, അഥവാ ദ മോക്ക് വിത്ത് എ മൗത്ത്. ഞാൻ പൈസയ്ക്ക് വേണ്ടി ആൾക്കാരെ ഉപദ്രവിക്കും. എൻ്റെ ദൈവമേ, നീ പേടിക്കണ്ട, നിന്നെ കൊല്ലാൻ വേണ്ടിയല്ല ഞാൻ വന്നത്. എനിക്ക് ആ പേടിയൊന്നുമില്ല. ഞാൻ ഒരുത്തനെ തപ്പി വന്നതാണ്. അവനെ കണ്ടുപിടിക്കാൻ എനിക്ക് നിൻ്റെ സഹായം വേണം. താല്പര്യമില്ല. നീയല്ലേ ബില്യനാറായിട്ടുള്ള ബ്രൂസ് വെയിൻ? ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരുപാട് കണ്ടു, പോസ്റ്ററുകളും കാര്യങ്ങളുമെല്ലാം. നീ ഉദ്ദേശിക്കുന്ന ബില്യനാർ അല്ല ഞാൻ. ഓക്കെ, അപ്പോൾ ഇതാരാ? എൻ്റെ ബട്ട്ലർ മാസ്റ്റർ ബ്രൂസ് എന്നായിരിക്കും നീ അയാളെ കൊണ്ട് നിന്നെ വിളിപ്പിച്ചിരുന്നത് അല്ലേ? അങ്ങനത്തെ ബില്യനർ അല്ല പോലും. എന്തൊക്കെയായാലും ഞാൻ ബാറ്റ്മാനെ തേടി വന്നത്. എന്ത് ബാറ്റ്മാൻ? കേട്ടിട്ടില്ലേ? എനിക്ക് കുറേ ക്യാഷ് കിട്ടി. നീ ബുദ്ധിമുട്ടും. ബാറ്റ്മാൻ ഒരാളെ കാണണമെങ്കിൽ ബാറ്റ്മാൻ തന്നെ വിചാരിക്കണം. അതെന്താ അത്? നമ്മുടെ ഡെഡ്പൂൾ ബാറ്റ് സിഗ്നൽ കാണുകയാണ്. അതെന്താ ബാറ്റ് കോളോ? അല്ല, അതാണ് ബാറ്റ് സിഗ്നൽ. വാവ്, ബാറ്റ് സിഗ്നൽ. ഇനി കാര്യങ്ങൾ എളുപ്പമായി. കാണാൻ വട്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വെയിൻ മാനറിൽ നിന്ന് ഡെഡ്പൂൾ പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാൻ ഇറങ്ങാൻ സമയമായി എന്ന് തോന്നുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഗോതം സിറ്റി പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സാണ്. അവിടെ ബാറ്റ് സിഗ്നലിൻ്റെ അടുത്ത് നമ്മുടെ കമ്മീഷണർ ഗോർഡൻ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. സോ അവിടേക്ക് നമ്മുടെ ഡെഡ്പൂൾ, എക്സ്ക്യൂസ് മീ, ഇതാണോ ബാറ്റ്മാനെ കാണാനുള്ള ലൈൻ? നീ വളരെ അടുത്തെത്തി. ജെയിംസ് ഗോർഡൻ, ഗോതം സിറ്റി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. താൻ പോലീസാണെന്ന് പറയേണ്ട കാര്യമില്ല. തൻ്റെ ഉടുപ്പും എല്ലാം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഒരു വട്ടനെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും. താങ്കൾ എൻ്റെ പിതാവിനെ പോലെയാണ് സംസാരിക്കുന്നത്. ബാറ്റ്മാൻ ബിസി ആയിരിക്കും. മര്യാദയ്ക്ക് എൻ്റെ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തിറങ്ങുക. ഞാൻ അറിഞ്ഞില്ല താനും ബാറ്റ്മാനും ബെസ്റ്റ് ഫ്രണ്ട്സാണെന്ന്. അപ്പോൾ നമ്മുടെ ഡെഡ്പൂൾ കമ്മീഷണർ ഗോർഡൻ്റെ നേരെ ഒരു വാൾ ഓങ്ങുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഗോർഡൻ പറയുന്നുണ്ട്, നീ ചെയ്തതൊരു തെറ്റാണ് കുട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡെഡ്പൂൾ ചോദിക്കുന്നുണ്ട്, അതെന്താ? അപ്പോൾ പെട്ടെന്ന് ബാറ്റ്മാൻ അവിടേക്ക് വരുന്നു. ഗോഥത്തിലേക്ക് സ്വാഗതം. പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബാറ്റ്മാൻ വന്നിട്ട് ഡെഡ്പൂളിനെ ഇടിച്ചിടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്ത് ബാറ്റ്മാനല്ലേ താങ്കൾ? ഞാൻ പേടിച്ചു പോയി. തൻ്റെ ശബ്ദവും കേട്ട് ഞാൻ വല്ലാണ്ടായി. എനിക്കറിയാം. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മുടെ ഡെഡ്പൂള് നമ്മുടെ ബാറ്റ്മാനായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡെഡ്പൂൾ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചിരുന്നില്ല നീ എന്നെക്കാട്ടി നന്നായിട്ട് കരാട്ടെ അറിയാമെന്ന്. ഞാൻ വളരെ വെറുതെ എൻ്റെ ആയുധങ്ങൾ കൊണ്ടുവന്നു. എനിക്കും തോന്നി. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ അവർ തമ്മിൽ വെപ്പൺസ് വെച്ച് ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഡെഡ്പൂൾ പറയുന്നുണ്ട്, എനിക്കിത് ഉപയോഗിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ പോവാണ് എന്ന് പറഞ്ഞത് നമ്മുടെ ഡെഡ്പൂളിൽ ഓർമ്മയുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ബാറ്റ്മാൻ വന്നിട്ട്
ആ ഒരു ആ ഒരു അതിൻ്റെ വെപ്പൺ ഉപയോഗിച്ചിട്ട് ഡെഡ് പൂളിനെ ട്രാപ്പ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഡെഡ് പൂൾ പറയുന്നുണ്ട് ഓക്കെ കോംപ്രമൈസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡെഡ് പൂൾ പറയുന്നുണ്ട് ഇല്ല, എനിക്ക് താങ്കളെ കൊല്ലാനാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് ആ പേടി പണ്ടേ ഇല്ല എന്ന് നമ്മുടെ ബാറ്റ്മാനും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗോർഡൻ പറയുന്നുണ്ട് ജോക്കർ ബാറ്റ്മാനായിട്ടൊരു മെസ്സേജ് തന്നിട്ടുണ്ട്. 6 മണിക്കൂറുകളാണ് അവൻ താങ്കൾക്ക് നൽകിയിരിക്കുന്നത്. അതിനുള്ളിൽ വന്ന് ജോക്കറിനെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ജോക്കർ വെനം മൊത്തം ഇൻഫെക്റ്റ് ചെയ്യുമെന്നാണ് അവൻ ഭീഷണി മുഴക്കിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ സംസാരിക്കുന്നതിനിടയിൽ അവർ ഫുൾ മൂണിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് 8 കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫുൾ മൂണിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഗോർഡൻ പറയുന്നുണ്ട് ഞാൻ ഇത്ര വലിയ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അതാണോ ലൂണാർ സൈക്കിൾ നോക്കാനാണോ ആഗ്രഹം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡെഡ് പൂൾ പറയുന്നുണ്ട് ഫുൾ മൂൺ എന്ന് പറയുന്നത് വളരെ ഒരു എന്താ പറയുക കുറേ സ്പെഷ്യാലിറ്റീസ് ഉള്ളൊരു സാധനമാണ്. നമ്മൾ ഫുൾ മൂൺ ലൈറ്റ് ആയിരിക്കും, ഫ്ലാഷ് ലൈറ്റ് ഒന്നും വേണ്ടി വരത്തില്ല. ഒരു ബോഡിയൊക്കെ ഒളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഒരു ഫുൾ മൂൺ ഉള്ളൊരു സമയമാണെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ബാറ്റ്മാൻ പറയുന്നുണ്ട് ഗോർഡൻ എനിക്കൊരു മാപ്പ് വേണ്ടി വരും, 100 കണക്കിന് കേവുകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ അവനുണ്ടാവും എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഗോർഡൻ പറയുന്നുണ്ട് ഒരുപാട് ഷിപ്പ് ഗ്രേവ് യാർഡുകളുണ്ട്, അവിടെ പോയി നോക്കേണ്ടി വരും, ഞാനും സഹായിക്കാം എന്ന് ഡെഡ് പൂൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡെഡ് പൂൾ പറയുന്നുണ്ട് ഒരു പ്രാന്തനെ കണ്ടുപിടിക്കാൻ ഞാനുണ്ട്, ഒരു പ്രാന്തനെ കണ്ടുപിടിക്കാൻ മറ്റൊരു പ്രാന്തൻ എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ബാറ്റ്മാൻ പറയുന്നുണ്ട് നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ നമ്മുടെ ഗോർഡൻ ചോദിക്കുന്നുണ്ട് നീ ഇത് ആലോചിച്ചിട്ടാണോ ഇവനെ കൂട്ടുന്നത്? പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മുടെ ഡെഡ് പൂളും ബാറ്റ്മാനും കൂടെ ബാറ്റ് മൊബൈലിൽ പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഡെഡ് പൂൾ ചോദിക്കുന്നുണ്ട് നീ ഒറ്റയ്ക്കാണോ എപ്പോഴും വർക്ക് ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ ബാറ്റ്മാൻ പറയുന്നുണ്ട് ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യുന്നത്, ചില സമയങ്ങളിൽ എൻ്റെ അടുത്ത് റോബിൻ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഡെഡ് പൂൾ പറയുന്നുണ്ട് ഒരു കൊച്ചു പയ്യനെ കൊണ്ട് കൂടെ നടന്നാൽ ആൾക്കാർ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയണ്ടല്ലോ. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മൾ ഡെഡ് പൂൾ നമ്മൾ കളം മാറുന്നതായിട്ടാണ്. അതായത് ഡെഡ് പൂൾ പറയുന്നുണ്ട് സോറി ബഡ്ഡി, ഒരു ജോലി ഏറ്റെടുത്താൽ പൂർത്തീകരിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ ബാറ്റ്മാനെ മയക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ വലിയ ആവേശത്തിൽ മയക്കുന്നതായിട്ടാണ് കാണുന്നത്. എങ്കിൽ പോലും നമുക്ക് മനസ്സിലാകുന്നത് വെച്ചാൽ നമ്മുടെ ഡെഡ് പൂൾ പറയുന്നുണ്ട് ഇതൊരു സ്റ്റിക്കാണോ, എനിക്കിത് ഓട്ടിക്കാറില്ല. അതായത് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത് ഇതൊരു മാനുവൽ വണ്ടിയാണ് നമ്മുടെ ബാറ്റ് മൊബൈൽ. സോ അത് ഓട്ടിക്കാൻ പുള്ളിക്കാരനെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. സോ പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മുടെ ബാറ്റ്മാൻ എണീക്കുന്നതായിട്ടാണ് കാണുന്നത്. സോ ബാറ്റ്മാൻ എണീക്കുമ്പോൾ നമ്മൾ കാണുന്നത് വെച്ചാൽ ബാറ്റ്മാൻ ജോക്കറിൻ്റെ സ്ഥലത്താണ്, ജോക്കറിൻ്റെ മുമ്പെയാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ ജോക്കറാണ് നമ്മുടെ ഡെഡ് പൂളിനെ ഹയർ ചെയ്ത് അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുത്തത്. സോ അവിടെ വെച്ചിട്ടായിട്ട് ബാറ്റ്മാൻ പറയുന്നുണ്ട് ജോക്കർ ഇത് നീയല്ല, നമ്മൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഇവനെ ഒരു കൊട്ടേഷനായിട്ട് ഒരു സബ് കോൺട്രാക്ടറിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റ്മാൻ പറയുന്നുണ്ട് എന്തായാലും നന്നായി, നിന്നെക്കാട്ടിലും വലിയൊരു പ്രാന്തനെ തന്നെയാണ് നിനക്ക് കൂട്ടിന് കിട്ടിയതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ എന്താ പറയുക നമ്മുടെ ജോക്കർ പറയുന്നുണ്ട് ഡെഡ് പൂളിൻ്റെ അടുത്ത് എനിക്ക് ഇവനെ ഒറ്റയ്ക്ക് കെട്ടിക്കൊല്ലണം, നീ വെളിയിൽ പോകണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർ തമ്മിൽ നമ്മുടെ ഡെഡ് പൂളും ജോക്കറും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ആ ഒരു ഫൈറ്റ് ചെയ്യുകയും ജോക്കർ വെനത്തിൻ്റെ ഒരു ചെറിയ ഇഞ്ചക്ഷൻ നമ്മുടെ ഡെഡ് പൂളിന് ജോക്കർ കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം നമ്മുടെ ഡെഡ് പൂൾ ആകെ പ്രാന്തനായി വരുന്നു. എന്നാൽ പോലും ബാറ്റ്മാൻ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നു. സോ അവിടേക്ക് നമ്മുടെ ബാറ്റ്മാൻ പറയുന്നുണ്ട് നീ ജോക്കർ വെനത്താൽ ഇൻഫെക്റ്റഡ് ആണെന്ന്. അപ്പം ഇവൻ ചോദിക്കുന്നുണ്ട്, ഡെഡ് പൂൾ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി പക്ഷേ എന്ന് പറയുന്നുണ്ട്. അപ്പം ബാറ്റ്മാൻ പറയുന്നുണ്ട് അത് കുറച്ച് കഴിഞ്ഞ് പറയാം എന്ന് പറയുന്നുണ്ട്. സോ ജോക്കർ പറയുന്നതെന്ന് വെച്ചാൽ ഈ വെനം, അതായത് ജോക്കർ വെനം ഇൻഫെക്റ്റ് ആവേണ്ട എങ്കിൽ ഒരു സ്വിച്ച് ഉണ്ട്, അത് ഓഫ് ചെയ്താൽ ഇത് സോൾവ് ആവുമെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഡെഡ് പൂൾ അത് പോയി നശിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത് ആ ജോക്കർ വെനം മൊത്തത്തിന്. പിന്നീട് ആ ജോക്കറിനെ എടുത്തുകൊണ്ട് ബാറ്റ് മൊബൈൽ ഇട്ടുകൊണ്ട് ബാറ്റ് മൊബൈലിൽ കയറുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം കയറുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ബാറ്റ്മാൻ പറയുന്നുണ്ട് നീ മാനുവൽ ഓട്ടിക്കാൻ നിനക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നീ എവിടെയൊക്കെ കൊണ്ടുപിടിച്ച് കുറേ ആക്സിഡൻറ്റ് വരുത്തി എന്ന് പറയുന്നുണ്ട്, എൻ്റെ ബാറ്റ് മൊബൈലിൽ ഡെൻറ്റ് വരുത്തി എന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ ബാറ്റ്മാൻ പറയുന്നത് എന്താ വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നീയാണ് ഗോത്തത്തിനെ രക്ഷിച്ചത്, അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ നിന്നെ വിടുന്നു. ഇനി മേലാൽ ഗോത്തത്തിൻ്റെ ഏഴത്ത് വന്നു പോകരുത്, നിന്നെ ഇനി ഇവിടെ മേലാൽ കണ്ടുപോകരുതെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാറ്റ്മാൻ അവിടെ നിന്ന് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ എന്തൊക്കെ തന്നെയാലും നമ്മുടെ ഡെഡ് പൂൾ ഫോർത്ത് വാൾ ബ്രേക്ക് പറയുന്നുണ്ട്
അവൻ പോയി. എന്തൊക്കെ തന്നെയായാലും ഈ സിറ്റിയിലൊന്ന് കറങ്ങിയെന്ന് കുറച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല.